ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ സെഷനിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, കഴുത്ത് വേദനയിൽ നിന്ന് എങ്ങനെ ഒരാശ്വാസം കിട്ടാം, അത് എന്ത് ചെയ്താൽ നമുക്ക് കുറച്ചൊരാശ്വാസം കിട്ടുമെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബൈ ഞാൻ അങ്കിത ആൻഡ്രൂ, സെക്കൻഡ് ഇയർ BPT സ്റ്റുഡൻറ്റ് ഓഫ് പത്നി നവജൻ കോളേജ് ഓഫ് ഫിസിയോതെറാപ്പി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴുത്ത് വേദന അല്ലേ. ഇപ്പോൾ എല്ലാവർക്കും കഴുത്ത് വേദനയാണ്. എല്ലാവരും IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്, എല്ലാവരും പഠിക്കുന്നവരാണ്, എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഇതേ സെയിം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ കഴുത്തിനായിരിക്കും കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകുന്നത്. സോ കഴുത്ത് വേദനയായിരിക്കും മിക്കവർക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് കഴുത്ത് വേദനയൊന്ന് കുറയ്ക്കാൻ പറ്റുകയെന്നൊക്കെ, വിത്തൗട്ട് ഗോയിങ് ടു ഹോസ്പിറ്റൽ. അപ്പം അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു ട്രിക്കല്ല, ഒരു എക്സസൈസാണ് ഐസോമെട്രിക് നെക്ക് എക്സസൈസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ നല്ലതുപോലെ ഇരിക്കുക. ഓക്കെ, കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം രണ്ട് കൈയും ക്രോസ് ചെയ്ത് പിടിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കൈകൾ കൊണ്ട് തലയിൽ നെറ്റി ഭാഗത്ത് ഫോഴ്സ് കൊടുക്കുക. അതേസമയം നമ്മുടെ നെറ്റി ഈ കൈക്കെതിരെയായിട്ട് ഫോഴ്സ് കൊടുക്കണം. രണ്ടുപേര് തമ്മിൽ ഒപ്പോസ് ചെയ്തുള്ള ഫോഴ്സാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കൈ ഇങ്ങനെ വെക്കുക, നെറ്റിയോട് ചേർത്ത് വയ്ക്കുക. നെറ്റ് ഫ്രണ്ടിലോട്ട് തള്ളുമ്പം നമ്മുടെ കൈകൾ കൊണ്ട് പുറകിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുക. ഇത് ഒരു 5 to 6 സെക്കൻഡ്സ് ചെയ്യുക. പിന്നെ റിലാക്സ് ചെയ്യുക. പിന്നെയും ഇതേ സെയിം കാര്യം ഒരു 3-4 വട്ടം ചെയ്യണം. അതിനുശേഷം ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ പുറകു വശത്ത് ചെയ്യണം. കൈ ഇതുപോലെ ക്രോസ് ചെയ്യുക, പുറകിൽ പിടിക്കുക. നമ്മുടെ തലഭാഗം കൊണ്ട് പുറകിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുക. ഈ പുറകിലിരിക്കുന്ന കൈ കൊണ്ട് ഫ്രണ്ടിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇതേ സെയിം ഒരു 5-6 സെക്കൻഡ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുക. ഈ ഒരു 3 to 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടും ബാക്കും കഴിഞ്ഞ ശേഷം നമുക്ക് സൈഡ് എക്സസൈസും ചെയ്യാം. നമ്മളിപ്പോൾ റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡോട് തലയിലോട്ടും തലയിൽ നിന്ന് ഈ സൈഡിലോട്ടും നമ്മൾ റെസ്റ്റി ഫോഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ബാക്ക് റൈറ്റ് ലെഫ്റ്റ് എന്ന് നിങ്ങൾ ഒരു 3-4 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇത് നമ്പർ 1 എക്സസൈസാണ്. ഇനി വേറെ നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ കൈ ഇപ്പോൾ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കഴുത്തിൽ ഭാഗത്തെ വേദനയാണെങ്കിൽ കുറയ്ക്കാനായിട്ട് ഞാൻ സെയിം സൈഡിലുള്ള ലെഫ്റ്റ് ഹാൻഡ് എൻ്റെ ഷോൾഡറിൽ വെക്കുക. റൈറ്റ് ഹാൻഡ് ഞാൻ ഇങ്ങനെ പിടിക്കണം. മനസ്സിലായോ? ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ വലിച്ച് പയ്യെ ഇങ്ങനെ വലിക്കുക. അതൊരു 5 to 6 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഇതേ സെയിം കാര്യം നമ്മൾ നെക്സ്റ്റ് സൈഡിലും ചെയ്യുക. റിലാക്സ് ചെയ്തൊരു 3 to 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുക, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല നമ്മുടെ പൊസിഷൻ. അത് സെയിം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെക്കിന് മൂവ്മെൻറ്റ് കൊടുക്കുക. ലാറ്ററൽ സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ചരിക്കുന്നതും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ ഒന്ന് പയ്യെ അനക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഒരേ പൊസിഷനിൽ തന്നെ നമ്മുടെ കഴുത്തിന് സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നത് നല്ല ഒരു ഐഡിയ ആയിരിക്കും. പിന്നെ എന്താ, നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ കഴുത്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇവിടുത്തെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള മസിലിന് കുറച്ചുകൂടി സ്ട്രെച്ച് ആവേണ്ടത് ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഒരു രീതി. പിന്നെ നിങ്ങൾ കഴുത്ത് ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ നിങ്ങളൊരു പയ്യെ റിലാക്സ് ചെയ്ത് 2-3 ടൈംസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ കഴുത്തിന് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. സോ ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കഴുത്ത് വേദനയിൽ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ വരാണ്ടിരിക്കാം എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലൂടെ പറഞ്ഞു തരാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.